പൊതുവിൽ കേട്ടുവരുന്നൊരു വസ്തുതയിൽ നിന്നുള്ളതാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ വിശ്വാസങ്ങൾക്ക് അനിവാര്യമാണോ എന്നുള്ളത്. എന്താണ് അഞ്ജന മാഡത്തിന് ആ വിഷയത്തിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? കാലാനുസൃതമായ മാറ്റങ്ങൾ എന്നുള്ളത്, മാറ്റങ്ങൾ പാലിച്ചു വന്നിരുന്നത് പാടെ മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോഴത്തെ കാലത്തിന്, ഇപ്പോഴത്തെ സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ലേ, അല്ലെങ്കിൽ ഒന്നാകണമോ വിശ്വാസം? തീർച്ചയായും വിശ്വാസങ്ങളിൽ കാലാനുവൃത്തമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ധന്യ ഇവിടെ അയിത്തത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അയിത്തം ഇവിടെ ഇല്ലാതാക്കിയത് നമ്മുടെ സാമൂഹ്യ ആചാര്യന്മാരാണ്. അപ്പോൾ അത് കാലാനുവർത്തിയായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ വന്ന സമയത്ത് നമ്മളെ വിളിച്ചത് ഭ്രാന്താലയം എന്നാണ്. കാരണം ഒരു മതം മാറി നിൽക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനെ വീടിൻ്റെ 4 ചുവരുകൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കാൻ മലയാളിക്ക് മടിയില്ല. പക്ഷേ അതേ വ്യക്തി ആ മതം മാറുന്നതിന് തൊട്ട് മുമ്പ് അയിത്തത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ കണ്ട സമയത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ അതേ ഭ്രാന്താലയം എന്നുള്ള വിളി കേരളത്തിൻ്റെ മനസാക്ഷിക്ക്, അല്ലെങ്കിൽ കേരളീയ ജനതയെ അവർക്കൊരു വലിയ അമ്പരപ്പ്, അല്ലെങ്കിൽ അവിടെയാണ് ഒരു മാറ്റം വേണമെന്ന് ജനത തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയാം, മന്നത്ത് പത്മനാഭനും ആയാലും ആർശങ്കറായാലും ഒക്കെ ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം കേരളത്തിലുണ്ടായി. അപ്പോൾ അവിടെ ഒരു പരിവർത്തനം സംഭവിച്ചു. അപ്പം നേരത്തെ മുത്തുമണി സൂചിപ്പിച്ചതുപോലെ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം ആചാരങ്ങളിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അത് അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. തീർച്ചയായും മാഡം പറഞ്ഞതുപോലെ പലതരത്തിൽ, പല കാലഘട്ടത്തിൽ, പല സമൂഹത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരു സമൂഹത്തിലെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാമോ എന്നുള്ളിടത്തുള്ളൊരു ചോദ്യം തീർച്ചയായും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഇദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അംബേദ്കറിനെയാണ്. അദ്ദേഹം ജാതി ഉന്മൂലനം എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ഹിന്ദു മതത്തിന് വിശ്വാസം ഒരു പ്രശ്നമല്ല എന്ന്. കാരണം ഇസ്ലാമിൽ നിങ്ങൾ ഇസ്ലാം മതം അല്ല, ക്രിസ്തു മതമായാലും ഇസ്ലാം ആയാലും വിശ്വാസിയല്ല, നിങ്ങൾ മത അനുഷ്ഠാനങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കും. ഹിന്ദു മതത്തിൽ ജാതി അനുഷ്ഠിച്ചാൽ മാത്രം മതി, ജാതി വിവേചനം അനുഷ്ഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഉന്നത ജാതിയിലാണ് ജനിച്ചതെങ്കിൽ കീഴ്ജാതിക്കാരായ വ്യക്തികളുമായി സംസർഗം ഇല്ലാതിരിക്കുക, ഒരു കാരണവശാലും വിവാഹം കഴിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പോലെ ഏത് തരം വിശ്വാസം കൊണ്ട് നടന്നാലും, ഇപ്പം നാസ്തിക വിശ്വാസം കൊണ്ട് നടന്നാൽ പോലും നിങ്ങളെ ഹിന്ദു മതത്തിൽ അംഗമായി കൂട്ടും. ഇത് അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ വൈവിധ്യത്തെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് ജാതിയാണ് ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന ദുഃഖകരമായ സത്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു എലമെൻ്റ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ വൈവിധ്യങ്ങൾ നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം, പാലിക്കുക തന്നെ വേണം. പക്ഷേ ആ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അത് പാലിച്ചു പോരുമ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാരിലേക്ക് അതൊരു സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ? അത് റെസ്ട്രിക്ഷൻ മാത്രമല്ല, അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ അഭിമാനത്തെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. നീ എന്താ എന്നൊരു ജാതിയിലൂടെ ഒരു വിഭാഗം മനുഷ്യരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൂണൂലിട്ടവൻ അല്ലെങ്കിൽ ബ്രാഹ്മണന് മാത്രമേ ഇവിടുത്തെ അമ്പലങ്ങളിൽ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പം ഒരു താന്ത്രിക് വിദ്യാ സ്കൂളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം ഒരു ദളിതായിട്ടുള്ളൊരു പയ്യനെ ഒരു ഇടത്ത് പൂജാരി പഠിപ്പിക്കുന്നുണ്ട്, അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരാളെ പൂജാരിയായി നിയമിച്ചപ്പോൾ ഉടനെ യോഗക്ഷേമ സഭ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ തൊട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കും, നിങ്ങൾ അവിടെ ചെയ്യരുതെന്ന്. അപ്പം അതിനെപ്പോലും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഇവിടുത്തെ പൂണൂലിട്ടവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. വിശ്വാസം, ഭക്തി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ 70 കൊല്ലം ആയില്ലേ ഇവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്, 70 വർഷം പിന്നിട്ടല്ലോ. എന്നിട്ട് ഈ കാലാനുവർത്തി എന്ന് പറയുമ്പോൾ ദളിതരുടെ ഈ ജാതി കാര്യത്തിൽ മാത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിന് മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാകാത്തത്. അത് എടുത്തു പിടിച്ച് നിൽക്കുന്ന ഒരിടമാണ് ഇവിടുത്തെ ഭക്തിയും. ഇപ്പോൾ പൂണൂലെന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ തന്നെയാണ്, അവരുടെ മൂലധനമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ശബരിമല ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ അതിനെ താങ്ങി നിർത്തുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഒരു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, അതൊരു വിഭാഗത്തിൻ്റെ ഒരു ശ്രേഷ്ഠത ആഢ്യത്വം കുറയോ എന്നുള്ളൊരു ഭയം, അവരുടെ സമ്പത്ത് കുറയോ എന്നുള്ളൊരു ഭയം കൂടെ ഈ ഹിന്ദു മതത്തിനുണ്ട്. ഈ വിഷയത്തിലേക്ക് നമ്മൾ തീർച്ചയായും മടങ്ങി വരും. ഈ കാലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്.